അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും തന്നെ കുറേ പേർക്കൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് പൈസയുടെ കാര്യത്തിൽ, അല്ലേ? പൈസ ഇല്ലാതെ ഒരു കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലേ. അതുപോലെ നമ്മൾ പറയത്തില്ല, കളിയാക്കി ഗാന്ധി ഇല്ലാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഓരോരുത്തർക്കും എല്ലാവർക്കും മനുഷ്യനായി പിറന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചിലവർക്കത് സാധിക്കാൻ പറ്റുന്നില്ല, ചിലവർക്ക് സാധിക്കുന്നുണ്ട്. ചിലവർ എന്ത് വിചാരിച്ചാലും സാധിക്കും. പിന്നെ പണത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് വിചാരിച്ചാലും നമുക്ക് അങ്ങോട്ടത് സാധിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം ഞാനും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടം തന്നെ ഉണ്ടാകും. ഇത് വലിയ പാടൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. നമ്മുടെ കയ്യിൽ ധനനഷ്ടമോ പണനഷ്ടമോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ കാര്യമാണ്. പിന്നെ ആദ്യമേ ഞാൻ പറയുവാണ്, വിശ്വാസമില്ലാത്തവരാരും ഈ പണിക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. വിശ്വാസമുള്ളവർ മാത്രം ഇത് ശ്രദ്ധിക്കുക, ചെയ്തു നോക്കുക. പിന്നെ വിശ്വാസം ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചേക്കാം എന്ന് ഓർത്തിട്ട് ചെയ്തിട്ട് കാര്യമില്ല, ആർക്കും പ്രയോജനം കിട്ടത്തില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ലല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനെല്ലാവരും മതി എന്ന് പറയുന്ന ഒരു സാധനം ആഹാരം മാത്രമാണ്, അല്ലെങ്കിൽ ഭക്ഷണം മാത്രമാണ്, അല്ലേ? അപ്പം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് കാര്യമാണേലും നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കും. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതായത് 48 ദിവസം ഈ പറയുന്ന കാര്യം 48 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. 48 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ആഗ്രഹം സാധിക്കും. ആദ്യമേ ഇത് എഴുതി, ഇപ്പൊ ചിലപ്പോ ഫസ്റ്റ് ദിവസം എഴുതി കഴിഞ്ഞാൽ തന്നെ ആഗ്രഹം സാധിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് ആഗ്രഹം സാധിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ ഇതെഴുതി 5 ദിവസം കഴിഞ്ഞിട്ട് ആഗ്രഹം സാധിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് ആഗ്രഹം സാധിച്ചെന്നിരിക്കും. എന്തായാലും 48 ദിവസം ആഗ്രഹം സാധിക്കും. 48 ദിവസത്തിനുള്ളിൽ ആഗ്രഹം ഉറപ്പായിട്ടും സാധിച്ചിരിക്കും. പറയുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഇത് എഴുതിയിട്ട് ഒരു ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം നമുക്ക് ഈ ആഗ്രഹം സാധിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ പിന്നെ ഇത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് എഴുതാം, അടുത്ത ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എഴുതാം. അപ്പൊ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് 48 ദിവസം എഴുതേണ്ട യാതൊരു കാര്യമില്ല. എവിടെ വെച്ച് നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കുന്നു അവിടെ വെച്ച് നിങ്ങൾക്ക് ഈ എഴുത്ത് നിർത്താവുന്നതാണ്. മനസ്സിലായോ? കണ്ടോ? അപ്പൊ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ആഗ്രഹം സാധിക്കും. അതിനകത്ത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കിത് എഴുതാനായിട്ട് പച്ചമഷി, നീലമഷി, ചുമപ്പ് മഷി, ഈ 3 കാര്യങ്ങളാണ്. ഇതിനകത്ത് പച്ചയും ചുമപ്പുമാണ് ഏറ്റവും നല്ല കാര്യം. ആ മഷിയിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ പച്ചയും ചുമപ്പും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീലമഷി വെച്ചും എഴുതാം. പക്ഷെ കറുപ്പ് മഷി ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിന്റെ വിപരീത ഫലമായിരിക്കും. അതുകൊണ്ട് കറുപ്പ് കൊണ്ട് ആരും എഴുതരുത്. ചുമപ്പും പച്ചയും കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ നീല കൊണ്ട് എഴുതുക. നീല കൊണ്ട് എഴുതിയാൽ കുഴപ്പമില്ല. ഇതില്ലെങ്കിൽ മാത്രം, ഉണ്ടെങ്കിൽ ഇതിട്ട് എഴുതുന്നതാണ് ഒരുപാട് നല്ലത്. അപ്പം എഴുതേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരാഗ്രഹം സാധിക്കാനുണ്ട്. ആ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഒത്ര നാളായി ഞാൻ ജോലിക്ക് വേണ്ടി നടക്കുന്നു, എനിക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ കല്യാണം നടക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ എൻ്റെ കല്യാണം ഒന്ന് നടക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ. അപ്പം നമുക്ക് പല 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 ആഗ്രഹങ്ങളുണ്ട്. ഏതാഗ്രഹവും ആയിക്കോട്ടെ, ഇത് എഴുതാനായിട്ട് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏത് ദിവസം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം.
പിന്നെ ഒരു കാര്യം, ഇപ്പം നമുക്ക് കുളിക്കാതെ ആണെങ്കിലും പിന്നെ നമ്മൾ നോണൊക്കെ കഴിച്ചിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ പീരിയഡ് സമയത്ത് എഴുതാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് എഴുതാൻ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് ഇത് ചെയ്യേണ്ടത്. ഉറങ്ങാൻ പോകുന്നതിന് ജസ്റ്റ് മുന്നേ നമ്മുടെ ബെഡിൽ കയറിയിരിക്കത്തില്ലേ ഉറങ്ങാനായിട്ട് പോകാൻ നേരം, ആ സമയത്ത് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വന്ന് ബെഡിലിരിക്കുക. ശേഷം നന്നായിട്ട് കൈ ഇങ്ങനെ ഒന്ന് കൂട്ടിത്തിരുമുക. കൈ ഇങ്ങനെ കൂട്ടിത്തിരുമുമ്പോൾ കയ്യിൽ നല്ല ചൂട് വരും. അത് നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. കൈ നന്നായിട്ട് കൂട്ടിത്തിരുമുക. ആ ചൂട് നമ്മുടെ ഫേസിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് ദീപം നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ദീപത്തിന്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നമ്മുടെ മുഖത്ത് വെക്കാറില്ലേ? അതുപോലാണ് ചെയ്യേണ്ടത്. കൈ കൂട്ടി തിരുമിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ ഞാൻ ഈ എഴുതാൻ പോകുന്ന കാര്യം എനിക്ക് നടത്തി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സ് വേറെ എങ്ങോട്ടും പതറിപ്പോകാനായിട്ട് പാടില്ല. അതിനുശേഷം നമ്മുടെ കയ്യിലെ ഇതുണ്ട്, ഈ 3 വിരൽ, ഈ തള്ളവിരലും ഈ കുഞ്ഞു വിരലും ഒഴിച്ച് ഈ 3 വിരലിന്റെ ഈ താഴെ ഈ 3 വിരൽ, ഇത് രണ്ടും പൊക്കോട്ടെ. ഈ 3 വിരലിന്റെയും ഈ താഴെയായിട്ട് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എഴുതുക. ചുരുക്കി എഴുതുക. ഇപ്പം നമുക്ക് മാർക്ക്, നല്ല മാർക്കാണെങ്കിൽ എത്ര മാർക്ക് വേണം എന്ന് എഴുതുക. ഇപ്പം 50, എനിക്ക് ഫുള്ള് വേണമെങ്കിൽ 50 എന്ന് എഴുതുക. പിന്നെ നമുക്ക് അത്ര അത്യാഗ്രഹം ഇല്ലെങ്കിൽ ഒരു 40-45 എഴുതുക. പിന്നെ എനിക്ക് നല്ല ജോലിയാണ് വേണ്ടതെങ്കിൽ ജോലി കിട്ടണം എന്ന് ഇവിടെ എഴുതുക. അപ്പം ഇപ്പം നമുക്ക് കല്യാണമാണെങ്കിൽ കല്യാണം നടക്കണം. പിന്നെ വീട് പണിയാണെങ്കിൽ വീട് പണി നടക്കണം എന്ന് എഴുതുക. ഇവിടെ എഴുതുക. ഇത് റെഡിങ്കാണ്. റെഡിങ് വെച്ചിട്ട് ഇപ്പം ജോലിയാണ് കിട്ടണമെങ്കിൽ ജോലി കിട്ടണം. കണ്ട, ഇവിടുന്ന് ഇവിടം വരെ വരാള്ളൂ. ഇങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ടും പോകരുത്. ഇവിടുന്ന് എഴുതണം കേട്ടോ. ഇവിടുന്ന് എഴുതി ഇങ്ങനെ ജോലി കിട്ടണം. നിങ്ങൾക്ക് ഇത് ശരിക്കും ഞാൻ വെറുതെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് കഥയില്ല. പിന്നെ എഴുതുമ്പോൾ നല്ല വൃത്തിയായിട്ട് എഴുതുക. അതിൻ്റെ മേലെ എഴുതി വെക്കരുത്. മേലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിവിടെ ജോലി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ജോലി എന്ന് എഴുതിയിട്ട് പുറത്തൂടെ ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. തെറ്റാണ്. ഒറ്റ പ്രാവശ്യം എഴുതി പോകുക. ഈ ചൂണ്ടുവിരലിൻ്റെ ഇവിടുന്ന് ഇവിടെ ഒറ്റ പ്രാവശ്യം എഴുതി പോകാൻ. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ടെസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. റെഡ് ഇങ്കോ ഗ്രീൻ ഇങ്കോ വെച്ച് എഴുതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. ജസ്റ്റ് മാഞ്ഞു പോയെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല, മായത്തില്ല. അപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ കയ്യിലേക്ക് നോക്കിയിട്ട് ഒന്നുകൂടെ കൈ ഇങ്ങനെ നന്നായിട്ട് കൂട്ടിത്തിരുമി ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ ചൂട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും 48 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. 48 ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ നേടി മാക്സിമം പറഞ്ഞിരിക്കുന്നതാണ്. അതിന് മുന്നിൽ ഇപ്പോൾ 1 ദിവസം എഴുതി സാധിക്കുന്നുണ്ട്, 2 ദിവസം എഴുതി സാധിക്കുന്നുണ്ട്, 3 ദിവസം എഴുതി സാധിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യം അനുസരിച്ചിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും 48 ദിവസം കൊണ്ട് ആഗ്രഹം സാധിക്കും. സാധിക്കാത്തവരുടെ ചിലവർക്ക് കുറേ ദിവസം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും അത് സാധിക്കും. അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പം വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ ഞാനതെല്ലാം വീഡിയോയിലും പറയുന്നുണ്ട്. വെറുതെ നമ്മൾ കയ്യും കെട്ടി ഇവിടെ ഇട്ട് വന്നിരുന്നിട്ട് ആഗ്രഹം സാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ കൂടെ അധ്വാനിക്കുക. കൂടെ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളെല്ലാം വീടും, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറി കിട്ടും.
പറയത്തില്ല, നമ്മൾ എത്ര പണം കൊണ്ടുവന്നാലും നമ്മുടെ വീട്ടിലില്ല, വീട്ടിൽ നിൽക്കത്തില്ല, അതാ ഇങ്ങനെ മറ്റതാ മറിച്ചതാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തൊക്കെയായാലും ഇതൊക്കെ വെറുതെ ഇച്ചിരി സമയത്തെ കാര്യമല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഞാൻ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. കാരണം ഇതിനൊന്നും നമുക്ക് പൈസ മുടക്കും ഒന്നുമില്ല. നമുക്ക് നല്ല രസം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റുമാണ്. നമുക്ക് കാര്യം സാധിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അല്ലേ. ചുമ്മാ ഇങ്ങനെ വെറുതെ എഴുതി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. നമ്മൾ മനസ്സിരുത്തി നമ്മുടെ കാര്യങ്ങൾ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് പറയുക, ഉറപ്പായിട്ടും നമ്മുടെ കാര്യം സാധിച്ചു കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.